നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെപ്പറ്റി. അതെ, പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകാൻ കാരണമായേക്കാവുന്ന, നമ്മളിൽ പലരും അറിയാതെ ഉപയോഗിക്കുന്ന ഒരൊറ്റ വാക്കിനെക്കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്: എന്താണ് ആ വാക്ക്, എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമാകുന്നത്, പിന്നെ ഇതിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്, ഏറ്റവും പ്രധാനമായി ഇതിനെന്താണൊരു പരിഹാരം. ഒരു പ്രശ്ന പരിഹാരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടിസ്ഥാനപരമായ തെറ്റ് വരുത്തുന്നുണ്ട്. എന്താണ് ആ തെറ്റ്? ആ തെറ്റ് ഒരൊറ്റ വാക്കിലാണ് ഒളിഞ്ഞിരിക്കുന്നത്: മാറ്റിത്തരണമേ. മാറ്റിത്തരണമേ. അതെ. എന്റെ അസുഖം മാറ്റിത്തരണേ, എന്റെ കടങ്ങൾ മാറ്റിത്തരണേ, ഈ തടസ്സങ്ങളൊന്ന് മാറ്റിത്തരണേ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ? ശരിയാണ്. പക്ഷേ മാറ്റിത്തരണമേ എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഒറ്റനോട്ടത്തിൽ അതിൽ തെറ്റൊന്നും തോന്നുന്നില്ലല്ലോ. പ്രശ്നം ആ വാക്കിന്റെ അർത്ഥത്തിൽ തന്നെയാണ്. എന്താണ് മാറ്റുക എന്ന വാക്കിന്റെ അർത്ഥം? ഇതിനു പകരം മറ്റൊന്ന് വെക്കുക. ഇപ്പോ നമ്മളൊരു കടയിൽ പോയി ഒരു കേടായ ടോർച്ച് കൊടുത്തുന്ന് വെക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്തു ചെയ്യും? ആ കേടായ ടോർച്ച് വാങ്ങിയിട്ട് അതേപോലത്തെ പുതിയൊരെണ്ണം തരും. അതെ, ഒന്നിനെ മറ്റൊന്നുകൊണ്ട് പകരം വെക്കുന്നു. അവിടെ ഒന്നും ഇല്ലാതാവുന്നില്ല. അപ്പൊ ഈ ഒരു ലോജിക് വെച്ച് പ്രാർത്ഥനയെ കാണുന്നത് അതൊരു ഇത്തിരി കടന്നുകൈയായി തോന്നുന്നു. കാരണം ഒരാള് അസുഖം മാറ്റിത്തരൂ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പൂർണ്ണമായ സൗഖ്യമെന്നല്ലേ? തീർച്ചയായും. നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. എന്റെ പനി മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പനി മാറിയേക്കാം. പക്ഷെ മാറ്റി സ്ഥാപിക്കൽ എന്ന നിർദ്ദേശം അവിടെയുണ്ട്. അപ്പോൾ ആ പനി പോയ സ്ഥാനത്തേക്ക് ഒരു തലവേദന വന്നാലോ? ഓ, അങ്ങനെയാണോ? അപ്പൊ പ്രശ്നത്തിന്റെ രൂപം മാറുന്നു, പക്ഷെ പ്രശ്നമെന്ന അവസ്ഥ മാറുന്നില്ല. അതെ, അതുതന്നെ. വീട് പണിയിലെ സാമ്പത്തിക തടസ്സം മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടാൽ ആ തടസ്സം മാറിയിട്ട് ചിലപ്പോൾ ജോലിക്കാരെ കിട്ടാത്ത തടസ്സം വരാം. ചെറിയ കടം മാറി വലിയ കടം വരാനും സാധ്യതയുണ്ട്. മാറ്റി എന്ന വാക്കിന്റെ അർത്ഥം പകരം വെക്കുക എന്നതിലാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. കുംഭകർണന്റെ കഥ അതൊരു ക്ലാസിക് ഉദാഹരണമാണ്. അതെ അതെ. കുംഭകർണൻ ബ്രഹ്മാവിന്റെ അടുത്ത് പോയതെന്തിനായിരുന്നു? ഇന്ദ്രാസനം ചോദിക്കാൻ. ഇന്ദ്രന്റെ സിംഹാസനം. പക്ഷെ നാവിൽ സരസ്വതി വിളിയാടിയപ്പോൾ എന്താ ചോദിച്ചു പോയത്? നിദ്രാസനം. ഉറങ്ങാനുള്ളൊരു ഇരിപ്പിടം. അതെ, ഉദ്ദേശിച്ചതെന്തായാലും പറഞ്ഞ വാക്കിനാണ് ഫലം കിട്ടിയത്. നീണ്ട ഉറക്കത്തിനുള്ള വരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ നല്ലവണ്ണം വരുത്താൻ പ്രാർത്ഥിച്ച ഒരാളുടെ കഥയുമുണ്ടല്ലേ? ഉണ്ട്. അതൊരു രസകരമായ കഥയാണ്. ഒരാൾക്ക് തന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാകണം എന്നായിരുന്നു ആഗ്രഹം. നല്ലവണ്ണം വരുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ അത് നല്ലവണ്ണം വരുത്തണമേ എന്നായിപ്പോയി. വാക്കുകൾ പിരിഞ്ഞുപോയി. ശരീരത്തിന് നല്ല തടി തരണേന്ന്. അതെ, കഥയനുസരിച്ച് ദൈവം അദ്ദേഹത്തിന് നല്ല തടി കൊടുത്തു. ഇതെല്ലാം കേൾക്കുമ്പോ എന്റെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതൊക്കെ വെറും വാക്കുകളുടെ കളിയല്ലേ? സർവശക്തനായൊരു ശക്തിക്ക് എന്റെ മനസ്സിലിരുപ്പറിയില്ലേ? ഞാനൊരു വാക്ക് തെറ്റിച്ചു എന്ന് കരുതി ദൈവം എന്റെ പ്രാർത്ഥനയെ തെറ്റിദ്ധരിക്കുമോ? പ്രാർത്ഥനയെ ഒരു ദൈവിക അഭ്യർത്ഥന എന്നതിലുപരി നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ തന്നെ നൽകുന്ന ശക്തമായ നിർദ്ദേശങ്ങളായി. അപ്പോ ഇത് ദൈവവുമായുള്ള ഒരു ആശയവിനിമയം എന്നതിലുപരി നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ഒരു തരം മാനസിക പ്രോഗ്രാമിംഗ് ആണെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതെ. അതൊരു ഓട്ടോ സജഷനാണ്. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു കുട്ടിയെപ്പോലെയാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലെ നെഗറ്റീവ് വാക്കുകളെ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്യാൻ കഴിവ് കുറവാണ്. എന്റെ അസുഖം മാറ്റിത്തരൂ എന്ന് നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? അസുഖം എന്ന യാഥാർത്ഥ്യത്തിലാണ്. ഇതിനെ നമുക്ക് മനഃശാസ്ത്രത്തിലെ ഫ്രെയിമിംഗ് എഫക്റ്റ് എന്നൊരാശയത്തോട് ചേർത്ത് വായിക്കാം. ഫ്രെയിമിംഗ് ഇഫക്റ്റ്, അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും. ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്നു എന്നത് നമ്മുടെ തലച്ചോർ അതിന് കണ്ടെത്തുന്ന പരിഹാരത്തെ സ്വാധീനിക്കും. മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും പകരം എന്ത് എന്നൊരു ചോദ്യത്തിന് ഇടം നൽകുകയാണ്. ആ ശൂന്യത പൂരിപ്പിക്കാൻ അത് ശ്രമിക്കും. അങ്ങനെ ഒരു പ്രശ്നം പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ മറ്റൊരു പ്രശ്നത്തിനുള്ള വാതിൽ നമ്മൾ തന്നെ അറിയാതെ തുറന്നിടുകയാണ്. അപ്പോൾ നമ്മൾ അസുഖം എന്നതിലാണ് ഊന്നൽ നൽകുന്നത്, ആരോഗ്യം എന്ന പോസിറ്റീവ് അവസ്ഥയിലല്ല. അതെ. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്താണ്? മാറ്റിത്തരണമേ എന്ന് പറയാൻ പാടില്ലെങ്കിൽ ഈ ഒരു മനഃശാസ്ത്രപരമായ കെണി ഒഴിവാക്കാൻ നമ്മൾ എന്തു വാക്കാണ് ഉപയോഗിക്കേണ്ടത്? പൂർണ്ണമായി ഒഴിഞ്ഞു പോകണേ. പൂർണ്ണമായി ഒഴിഞ്ഞു പോകടേ. അതിലെ വ്യത്യാസം എന്താണ്? ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ.
എന്റെ അസുഖം മാറ്റിത്തരണേ എന്നതിന് പകരം എന്റെ അസുഖം പൂർണ്ണമായി ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പകരം വെക്കലിനൊരു സാധ്യതയുമില്ല. ഒരു ശൂന്യതയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ എന്റെ കടം മാറ്റിത്തരണേ എന്നല്ല, എന്റെ കടം പൂർണ്ണമായി ഒഴിഞ്ഞു പോകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോ ഇവിടുത്തെ പ്രധാന വാക്ക് പൂർണ്ണമായി എന്നതാണ്. അതെ, അത് പ്രശ്നത്തെ വേരോടെ പിഴുതെറിയാനാണ് ആവശ്യപ്പെടുന്നത്, ഒന്നിനു പകരം മറ്റൊന്ന് വെക്കാനല്ല. ഇത് പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നില്ല അല്ലേ? നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണയിക്കുമ്പോഴും ഗോൾ സെറ്റിംഗിലും ഈ ആശയം വളരെ പ്രസക്തമാണ്. തീർച്ചയായും. ഉദാഹരണത്തിന്, എനിക്ക് കടമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നതും എനിക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വേണം എന്ന് ചിന്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെ, ആദ്യത്തേതിൽ ഫോക്കസ് മുഴുവൻ കടമെന്ന നെഗറ്റീവ് അവസ്ഥയിലാണ്. രണ്ടാമത്തേതിലോ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന പോസിറ്റീവ് ഫലത്തിലും. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കാവുന്നതാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അതായത് NLP പോലുള്ള മനഃശാസ്ത്ര ശാഖകൾ ഇതേ ആശയമാണ് വർഷങ്ങളായി പറയുന്നത്. നമ്മുടെ ഭാഷ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. അതെ, ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ശാന്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കൂടുതൽ വ്യക്തമായ പോസിറ്റീവായ ഒരു ലക്ഷ്യം നൽകുന്നു. ശരിയാണ്. ടെൻഷൻ എന്ന വാക്ക് ഒഴിവാക്കുന്നതിലൂടെ നമ്മൾ ആ അവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഊർജം കുറയ്ക്കുകയാണ്. അതെ. പക്ഷേ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നാം. ഇതൊരു തരം അന്ധവിശ്വാസമല്ലേ? നമ്മുടെ ഉദ്ദേശശുദ്ധിയേക്കാൾ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ശരിയാണോ? ആ സംശയം സ്വാഭാവികമാണ്. പക്ഷെ ഇതിനെ 2 തലത്തിൽ കാണാം. ഒന്ന്, ആത്മീയ തലം. അവിടെ വാക്കുകൾക്ക് മന്ത്രങ്ങൾ പോലെയുള്ളൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 2, മനഃശാസ്ത്രപരമായ തലം. അവിടെ ഇതിനെ അന്ധവിശ്വാസമായി കാണേണ്ട കാര്യമേയില്ല. പിന്നെങ്ങനെ കാണണം? മറിച്ച് നമ്മുടെ തലച്ചോറിനെയും ഉപബോധ മനസ്സിനെയും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള ഒരു ടൂളായി ഇതിനെ കാണാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കും എന്നതിൽ തർക്കമില്ലല്ലോ. ഇല്ല, അതിൽ തർക്കമില്ല. എന്റെ ദുരിതങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായ ഒരു അവസ്ഥയെ സങ്കല്പിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെയും ചിന്തകളിലെയും ഭാഷയിൽ ഒരു ചെറിയ മാറ്റം ഒരുപക്ഷെ വലിയ ഫലങ്ങൾ നൽകിയേക്കാം. അതെ. മാറ്റി സ്ഥാപിക്കുന്നതിനു പകരം പൂർണ്ണമായി ഒഴിവാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരിയാണ്. ഇതൊരു ഒരേ സമയം ആത്മീയമായൊരു ശുദ്ധീകരണവും മനഃശാസ്ത്രപരമായൊരു റീപ്രോഗ്രാമിംഗുമാണ്. അതെ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ആ വാക്കുകൾ പുറത്തേക്കുള്ള നമ്മുടെ അഭ്യർത്ഥനകളെ മാത്രമല്ല രൂപപ്പെടുത്തുന്നത്, അകത്തേക്കും. അതെ, അകത്തേക്കും നമ്മുടെ മനസ്സിന് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളെയും അത് രൂപപ്പെടുത്തുന്നു. പൂർണ്ണമായി ഒഴിഞ്ഞു പോകണേ എന്ന് പറയുമ്പോൾ പ്രശ്നത്തിനൊരു തിരിച്ചുവരവിനുള്ള സാധ്യത പോലും നമ്മൾ ഉപബോധം മനസ്സിൽ അനുവദിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഒത്തുതീർപ്പല്ല, മറിച്ച് സമ്പൂർണമായ പരിഹാരമാണ്.